വേണം. രണ്ടാമതെന്ത് വേണം? ഇനി ഒരിക്കലും ഞാൻ അത്തരം തെറ്റിലേക്ക് പോകൂല അല്ലാഹ്, പറ്റിയത് പറ്റിപ്പോയി, ഞാനതിൽ മനസ്സ് വേദനയുള്ളവനാണ്, ഇനി അത്തരം പാപങ്ങൾ ഞാൻ ആവർത്തിക്കൂല റബ്ബേ, ഇനി അങ്ങോട്ടുള്ള ജീവിതം ഞാൻ നല്ല നിലക്ക് ജീവിച്ചോളാം റബ്ബേ. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഉപാധികൾ ശരിയായ നിലക്ക് പൂർത്തിയാക്കിയാൽ, എന്നിട്ട് അല്ലാഹുവോട് തേടിയാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പൊറുക്കുന്നത്. അല്ലേ? അവിടെ എവിടെയെങ്കിലും പറഞ്ഞോ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപം പൊറുക്കണമെങ്കിൽ നിങ്ങൾ ഈ നിബന്ധനകൾക്ക് പുറമേ നിങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടോ അതല്ലെങ്കിൽ മറ്റ് മരണപ്പെട്ടു പോയ മഹാന്മാരായ അമ്പിയാക്കളോടോ പറഞ്ഞാലേ ഞാൻ സ്വീകരിക്കൂ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുമല്ലേ? മദ്രസയിൽ തൗബയുടെ ശർത്ത് പറയുന്ന പാഠങ്ങളിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിളിച്ച് ആദ്യം പറയണമെന്ന് ഈ പറയുന്ന ആളുകളും പഠിപ്പിക്കുന്നില്ലല്ലോ. സമസ്തക്കാരുടെ പാഠപുസ്തകത്തിൽ തൗബക്ക് ഇങ്ങനെ ഒരു ശർത്തുണ്ടോ എന്ന് തെറ്റുകൾ ചെയ്തവരൊക്കെ അതാ മദീനയിൽ വഫാത്തായി കിടക്കുന്ന നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞാലേ പാപം പുറത്തു കിട്ടുകയുള്ളൂ എന്ന ഒരു നിബന്ധന തൗബയുടെ ശർത്തുകളായിക്കൊണ്ട് സമസ്തക്കാരുടെ ബുക്കിലുണ്ടോ? എന്നിട്ടോ മൗലിദിൽ ചെല്ലുകയാണ്, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയി നബിയേ, അങ്ങയോട് ഞാൻ ആവലാതി പറയുന്നു നബിയേ എന്ന് മാത്രമല്ല, ഇപ്പോൾ ആളുകൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു, പാപങ്ങൾ ചെയ്ത മനുഷ്യന്റെ പാപം പൊറുക്കണമെങ്കിൽ അതാ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് തേടിക്കോ. നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയാതെ അല്ലാഹുവോട് പറഞ്ഞതുകൊണ്ട് പാപം പൊറുക്കൂല. അത് വളരെ നിർബന്ധമായ സംഗതിയാണ്. ആ നിലക്ക് ഖുർആൻ പറയുന്നു എന്ന അർത്ഥത്തിൽ, ആ രൂപത്തിൽ ജനങ്ങളോട് ഇന്ന് ആളുകൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഇസ്ലാമികമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുത്തെ മനസ്സ് വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹയാത്ത് കാലത്ത്, അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ അടുക്കൽ പോയി കേസ് കൊടുക്കുകയും വിധി തേടുകയും ചെയ്യേണ്ടതിന്റെ പകരം ചില മുനാഫിക്കുകൾ എന്ത് ചെയ്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് പോകാതെ എതിരാളിയായ നേതാവിന്റെ അടുത്തേക്ക് ഒരു കേസിൽ വിധി തീർപ്പിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ കേസിന് വിധി തേടി പോകാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എതിരാളിയുടെ കോടതിയിലേക്ക് പോയപ്പോ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ വേദനയുണ്ടാക്കിയിട്ടുണ്ട്. ഈ പോയ മനുഷ്യന്മാരുടെ പാപങ്ങൾ ഇനി പൊറുത്ത് കിട്ടണമെങ്കിൽ അവരിനി അല്ലാഹ് പൊറുക്കണേന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അവരാ പാപം പൊറുത്ത് കിട്ടാൻ നബി തങ്ങളോട് പോയിട്ട് ആദ്യം പറയണം, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് അവര് ചെല്ലണം. വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ ഫസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അക്രമം പ്രവർത്തിച്ച ആളുകളെ, അക്രമം പ്രവർത്തിച്ചാരെ, അതാ ഈ കക്ഷികൾക്ക് ഇനി പാപം പുറത്ത് കിട്ടണമെങ്കിൽ അവരെ കുറിച്ച് ഖുർആൻ പറയുന്ന ഭാഗം എന്താണ്? ഇത്തരത്തിലുള്ള ഈ കക്ഷികൾക്ക് പാപം പുറത്ത് കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ജാഊക, അവർ നിന്റെ അടുക്കൽ വരികയും എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ, അല്ലാഹുവിനോട് അവർ പൊറുക്കലിനെ ചോദിക്കുകയും ഫസ്തഗ്ഫറ ലഹുമുർ റസൂൽ, റസൂലും അവർക്ക് വേണ്ടി അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, പാപം പൊറുക്കുന്നവനും തൗബ സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനുമായി കൊണ്ട് അല്ലാഹുവിനെ അവർക്ക് കണ്ടെത്തുക തന്നെ ചെയ്യാം. ഈ ആശയം വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ ആയത്തെടുത്തുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത്, കണ്ടോ ഖുർആനിൽ പറയുന്നുണ്ട് പാപം ചെയ്തവരൊക്കെ ജാഊക, നിന്റെ അടുക്കൽ വരട്ടെ.
അപ്പൊ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് ഇർതകബത്തു ചൊല്ലാൻ. തെറ്റ് ചെയ്തവരൊക്കെ റസൂലുള്ളാഹിനെ സമീപിച്ച് പറയണം പോലും. പ്രിയപ്പെട്ടവരെ, ഖുർആനിലെ ആയത്തിൽ പറയുന്ന സംഭവം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുത്തോട് ദ്രോഹം ചെയ്ത അവിടുത്തെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് അതാ തെറ്റുകൾ ചെയ്തിട്ടുള്ള ആ മുനാഫിഖീങ്ങളായ ആളുകൾക്ക് പുറത്തു കിട്ടണമെങ്കിൽ അവരാരുടെ മനസ്സ് വേദനിപ്പിച്ചോ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ അവർ ചെല്ലണം. എന്നിട്ട് അല്ലാഹുവോട് അവർ പൊറുക്കലിനെ ചോദിക്കണം. നിങ്ങളോട് എനിക്ക് വിഷമമൊന്നുമില്ല, ഈ വന്ന ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സ് ക്ലിയർ ആണെന്ന് തെളിവായിക്കൊണ്ട് റസൂലും ഇവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി അല്ലാഹുവോട് ചോദിക്കുകയും ചെയ്താൽ അവരുടെ തൗബ സ്വീകരിക്കുന്നതാണ്. ഇതല്ലേ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുള്ളവർക്ക് മാത്രമല്ല, ഇന്നും മനുഷ്യൻ തെറ്റ് ചെയ്താൽ, ഇന്നും ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ പുറത്തു കിട്ടണമെങ്കിൽ അവർ നിന്റെ അടുക്കൽ വരണം. അപ്പൊ കഴിയുമെങ്കിൽ മദീനത്ത് പോകണം. മദീനത്ത് പോകൽ നിർബന്ധമാണ്. ഇനി മദീനത്ത് പോകാൻ കഴിയില്ലെങ്കിൽ ചിലർ മസലയുണ്ടാക്കി ഇവിടെ നിന്ന് വിളിച്ചാലും മതി. എന്തായാലും തൗബ വേണോ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മഗ്ഫിറത്ത് വേണോ, റഹ്മത്ത് വേണോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് പറ്റിപ്പോയിട്ടുണ്ട്, എനിക്കതാ പ്രയാസം വന്നു പോയിട്ടുണ്ട് എന്ന് നബി തങ്ങളെ വിളിച്ചുകൊണ്ട് റെക്കമെൻഡ് ചോദിച്ചാലല്ലാതെ തൗബ സ്വീകരിക്കൂല, പുറത്തു കൊടുക്കൂല. ഇത് പറയുന്നത് പരിശുദ്ധ ഖുർആനിനോടുള്ള അക്രമം തന്നെ. നോക്കൂ നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും പിന്നെ അള്ളാഹിനോട് പറഞ്ഞാൽ പൊറുക്കൂലല്ലോ, അള്ളാഹിനോട് പറഞ്ഞാൽ പിന്നെ പൊറുക്കുമോ? എങ്കിൽ ഞങ്ങൾ നമസ്കാരത്തിൽ പറയുന്ന ദുആകളൊക്കെ ഇനി ക്യാൻസൽ ചെയ്യണ്ടേ? നിസ്കാരത്തിന്റെ ശേഷം പറയുന്ന ദുആകൾ ക്യാൻസൽ ചെയ്യണ്ടേ? അതാ നിസ്കാരത്തിന്റെ അകത്ത് നമ്മളതാ 2 സുജൂദുകൾക്കിടയിൽ പറയുന്നില്ലേ, റബ്ബിഗ്ഫിർലീ, റബ്ബേ പൊറുത്തു തരണേ, റബ്ബേ പൊറുത്തു തരണേ. അപ്പൊ പൊറുത്തു തരുമോ അല്ലാഹ്? പൊറുത്തു തരില്ലല്ലോ. കാരണം റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടില്ലല്ലോ. നിസ്കാരം കഴിഞ്ഞാലും നമ്മൾ പറയുന്നില്ലേ അസ്തഗ്ഫിറുല്ലാഹ്, 3 തവണ പറയുന്നില്ലേ? പാപം പൊറുക്കുമോ? ഇവരുടെ ഭാഷയിൽ പൊറുക്കില്ലല്ലോ. കാരണം അസ്തഗ്ഫിറുർ റസൂൽ, റസൂലിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് ആദ്യം പറയണ്ടേ? കാരണം ഖുർആനിൽ ജാഊക, നബിയെ നിങ്ങളെ സമീപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ദുർവ്യാഖ്യാനം പറയുകയല്ലേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അമ്പിയാക്കളുടെ പാതയിൽ അത് കാണുമോ? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബിമാരുടെ പാതയിൽ അത് കാണുമോ? പാപികളായ ആളുകളുടെ പാപം പൊറുക്കണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞിട്ടല്ലാതെ പാപം പൊറുക്കൂല എന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പറയാതെ തന്നു പോകുമോ? പറയില്ലേ? ഇത് പഠിപ്പിച്ചു തരാതെ പോകുമോ? അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ഒരിക്കൽ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി ദുആഅൻ, അല്ലിംനി ദുആഅൻ, എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരൂ നബിയേ. എനിക്ക് നിസ്കാരത്തിൽ എന്റെ റബ്ബിനോട് ചോദിക്കാനാണ് നബിയേ, ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തരൂ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, അബൂബക്കറേ പറഞ്ഞോളൂ, ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ, അല്ലാഹുമ്മ ഇന്നി ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. അല്ലാഹുവേ, ഇന്നി ളലംതു നഫ്സി, ഞാൻ എന്റെ ശരീരത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, അഥവാ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. കുറച്ചൊന്നുമല്ല, ളുൽമൻ കസീറാ, ധാരാളം അക്രമം വന്നുപോയി. ഖിയാമത്ത് നാൾ വരെയും ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, നമ്മിൽ ഒരബദ്ധം വന്നു കഴിഞ്ഞാൽ എത്ര തന്നെ കൂമ്പാരമായി തെറ്റുകൾ ചെയ്താലും, കൂമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും
ആരുണ്ടെനിക്കിന്നെന്റെ റബ്ബല്ലാതെ എന്നും പറഞ്ഞ് നീ കേഴണം വല്ലാതെ. എത്ര തന്നെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, എത്ര തന്നെ പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എന്റെ അടിമകളോട് പറയൂ, എന്റെ അടിമകളെ, എന്താണ് പറയേണ്ടത്? ധാരാളമായി അക്രമങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള പാപികളായ ആളുകളോട് പറഞ്ഞോളാനാണ് ഖുർആനിലെ ആ നിർദ്ദേശം. എന്താണ് അതിലെ ആശയം? അവരെത്ര തന്നെ ദുൽമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിരാശപ്പെടല്ല. എത്ര തെമ്മാടികളാണെങ്കിലും ഞാൻ പാപം പൊറുക്കുന്നവനാണ് എന്ന ആശയം. അതാ അല്ലാഹ് പൊറുക്കുന്നവനാണ്, ഏത് പാപങ്ങളും അല്ലാഹ് പൊറുക്കുന്നതാണ്. അതുകൊണ്ട് എത്ര ദുൽമ ചെയ്താലും അല്ലാഹുവോട് തേടാൻ ഖുർആൻ പറയുന്നു. അതാണ് ഈ പ്രാർത്ഥനയുടെയും പ്രമേയം. അതാണ്, അല്ലാഹുവേ, ഞാൻ എന്നോട് തന്നെ ഒരുപാട് അക്രമം പ്രവർത്തിച്ചവനാണ്, എന്റെ പാപങ്ങൾ നീ പൊറുത്തു തരേണമേ, നീ എന്നോട് കരുണ ചെയ്യണേ. കാരണം പാപം പൊറുക്കുന്നവൻ നീയല്ലാതെ മറ്റാരുമില്ല, നീയാണെല്ലാം പൊറുക്കുന്നവൻ, നീയാണ് ഏറ്റവും വലിയ കരുണ ചെയ്യുന്നത് എന്നിങ്ങനെ അല്ലാഹുവോട് ചോദിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ലോക മുസ്ലിമീങ്ങളോട് അതാ അല്ലാഹുവിന്റെ റസൂല് കൽപ്പിക്കുന്നു. ദുൽമ ചെയ്ത മനുഷ്യന്മാരൊക്കെ, അക്രമം ചെയ്തവരൊക്കെ, ആ അക്രമം പൊറുക്കപ്പെടണമെങ്കിൽ, പാപം പൊറുക്കണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് പോകണം എന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുമ്പോ അതും കൂടെ പഠിപ്പിച്ചു കൊടുക്കാതെ വിട്ടുപോകുമോ? ഇല്ലല്ലോ. ഇനിയും നിങ്ങൾ നോക്കൂ, നമ്മളതാ നമസ്കാരത്തില്ലതാ കുറേ ദുആകൾ ചെയ്യുന്നു, അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിക്കുന്നില്ലേ? അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദം وما أخرت وما سررت وما أعلنت وما أسرفت وما أنت أعلم به مني എന്നിങ്ങനെ ഇസ്തിഗ്ഫാറിനെ തേടുകയാണ്, പാപമോചനത്തിന് വേണ്ടി തേടുകയാണ്. അവിടെയും അല്ലാഹുവോടല്ലേ തേടുന്നത്? പാപം പുറത്ത് കിട്ടണമെങ്കിൽ, റസൂലുള്ളാഹിനെ തേടണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ പോകുമോ? ഇങ്ങനെ നൂറുകണക്കിന് പ്രാർത്ഥനകൾ ചിന്തിച്ചു നോക്കൂ. അപ്പൊ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ഉപാധി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല. മറിച്ച് എന്താണ് ഒരു ഉപാധിയുള്ളത്? ജീവിതകാലത്ത് നമ്മൾ പലരുമായിട്ടും ഇടപഴകുമ്പോ, ഞാനൊരാളോട് ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ധനം ഞാൻ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും ഞാൻ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ പാപം പുറത്ത് കിട്ടാൻ അല്ലാഹുവോട് പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഈ വേദനിച്ച മനസ്സാരാണെങ്കിൽ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാളോട് പോയിട്ട് പൊരുത്തപ്പെടിയിക്കണം. നിങ്ങൾ എന്നോട് പൊറുക്കണം, ഞാൻ നിങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പറ്റി ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിന് വേദനിച്ചിട്ടുണ്ടാകും, വേദന മാറിയിട്ട് എന്നോട് സന്തോഷം തോന്നണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനോട് പോയിട്ട് പൊരുത്തപ്പെടിയിച്ചുകൊണ്ട് അല്ലാഹുവോട് തൗബ ചെയ്യുമ്പോഴാണ് ആ തൗബ ക്ലിയർ ആകുന്നത് എന്ന കാര്യം കൂടി ഇസ്ലാം ഇതേ സംഭവത്തിന്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ചു തരുന്നു. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. അപ്പൊ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ അവിടുന്ന് പഠിപ്പിച്ചു തന്ന പാത ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കണ്ണിൽ ഒരു സാധാരണ മുഹമ്മദല്ലേ എന്നതാ പരിഹസിക്കാറില്ലേ, ആരോപണം പറയാറില്ലേ? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മുഹമ്മദാണോ? ആരാണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടുക്കലെത്തി മായ പദവി ദുനിയാവിലും കിട്ടി, ആഖിറത്തിലും ഇനി കിട്ടാൻ പോകുന്നതാണ്. അതാ സ്വർഗത്തിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കാൻ ഭാഗ്യം കിട്ടുന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഈ ലോകത്ത് അതാ അന്ത്യനാൾ വരെ എവിടെ നിന്നെല്ലാം ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നുവോ ആ ബാങ്കിന്റെ ഒലികളിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, റസൂൽ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് പറയാത്തൊരു ബാങ്കല്ലല്ലോ, ആ പേര് പറയാത്തൊരു ഇഖാമത്തല്ലല്ലോ, ആ പേര് പറയാത്തൊരു നിസ്കാരം